നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ദിവ്യ എന്നാണ്. ഞാൻ അമൃത ഹോസ്പിറ്റലിലെ ജെറിയാട്രിക്സ് വിഭാഗത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഇന്ന് ഞാൻ വയോജനങ്ങളിലെ തലകറക്കത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. വയോജനങ്ങൾ മിക്കവരും പറയുന്ന ഒരു കോമൺ കംപ്ലയിൻ്റാണ്, എനിക്കങ്ങ് തലകറങ്ങുകയാണ്, തലകറക്കം, തലകറക്കം ഇടയ്ക്ക് വരുന്നു, എനിക്ക് വീഴാൻ പോകുന്ന പോലെ തോന്നുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും, എന്താണ് തലകറക്കം? തലകറക്കം എന്ന് പറയുമ്പോൾ എന്താണ് അവർ അനുഭവപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പം ചിലർക്ക് തലകറക്കം എന്ന് പറഞ്ഞാൽ കണ്ണിൽ ഇരുട്ട് കയറുന്നതാണ്. ചിലർക്ക് തലകറക്കം എന്ന് പറഞ്ഞാൽ അവർ കറങ്ങുന്ന പോലത്തെ ഒരു തോന്നലാണ്. ചിലർക്ക് തലകറക്കം എന്ന് പറഞ്ഞാൽ റൂം മൊത്തം ചുറ്റിക്കറങ്ങുന്ന ഒരു ഫീലിംഗ് ആണ്. ചിലർക്ക് ഇതൊന്നുമല്ല, എന്തോ ഒരു അസ്വസ്ഥത, അതാണ് തലകറക്കം. അപ്പം ഈ തലകറക്കം എന്ന് പ്രായവർ പറയുമ്പം അതിനൊരു ക്ലാരിറ്റി കുറവാണ്. ആ ക്ലാരിറ്റി കുറവ് പോലെ തന്നെയാണ് ആ തലകറക്കത്തിൻ്റെ കോസസും. അപ്പം പലരും ഈ തലകറക്കം വരുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മെഡിക്കൽ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ അറിയാവുന്ന വേറെ ആർക്കെങ്കിലും തലകറക്കം വന്നിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചിരുന്ന മരുന്ന് വാങ്ങി കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു അസുഖത്തിനെ ആയിരിക്കത്തില്ല ചിലപ്പം ചികിത്സിക്കേണ്ടിയിരുന്നത്. ഇപ്പം പലപ്പോഴും പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ തലകറക്കം പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ചിലർക്ക് ഷുഗർ കുറഞ്ഞു പോകുന്നതായിരിക്കാം ഇടയ്ക്ക്, ചിലർക്ക് BP കുറഞ്ഞു പോകുന്നതായിരിക്കാം, ചിലർക്ക് പല പല മരുന്നുകളുടെ ഒരു ഇഫക്റ്റ് ആയിരിക്കാം. ചില മരുന്നുകൾ, എസ്പെഷ്യലി ഈ ഉറങ്ങാനായിട്ട് കഴിക്കുന്ന മരുന്നുകൾ, ചില വേദനയ്ക്കുള്ള ചില മരുന്നുകൾ, അങ്ങനത്തെ മരുന്നുകളുടെ ഒരു സൈഡ് ഇഫക്റ്റായിട്ട് നമുക്ക് ചെറിയൊരു മന്ദത അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡിസിനസ് വരാൻ സാധ്യതയുണ്ട്. അതും പലരും ഈ തലകറക്കമായിട്ട് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അത് കാരണം തലകറക്കത്തിൻ്റെ വേറെ മരുന്ന് വാങ്ങി കഴിക്കുക, ഇതൊക്കെ വളരെ പതിവായി കാണുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം പ്രായമായവരിൽ കഴിക്കുന്ന നമ്പർ ഓഫ് മരുന്നുകൾ കൂടിക്കൂടി വരും അനാവശ്യമായിട്ട്. അപ്പോൾ അതുകൊണ്ടും എപ്പോഴും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, തലകറക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ജെറിയാട്രിഷനെ കൺസൾട്ട് ചെയ്യണം. ജെറിയാട്രിഷൻ എന്ന് പറയുമ്പം വയോജനങ്ങളുടെ ഫിസിഷ്യനാണ്. അതായത് ബേസിക് എല്ലാം കൂടി നോക്കി എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്ത് പറയാനായിട്ട് ഏറ്റവും നല്ലത് നിങ്ങളൊരു ജെറിയാട്രിഷനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ജെറിയാട്രിഷനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവർ നോക്കും, നിങ്ങൾ കിടക്കുമ്പോഴത്തെ BPയും നിൽക്കുമ്പോഴത്തെ BPയും തമ്മിൽ വ്യത്യാസമുണ്ടോ, അതുകൊണ്ടാണോ ഈ തലകറക്കം പോലെ വരുന്നത്, ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടാണോ തലകറക്കം വരുന്നത്, അതോ പ്രഷർ കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ, അതോ ഷുഗറിലുള്ള ഫ്ലക്ച്വേഷൻ കൊണ്ടാണോ, അതല്ലെങ്കിൽ ചിലർക്ക് സോഡിയം കുറവ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടും തലകറക്കം പോലെ തോന്നാം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ക്ഷീണം പോലും പലരും തലകറക്കമായിട്ട് ഉപമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തലകറക്കം എന്ന് പറഞ്ഞ് എന്തെങ്കിലും മരുന്ന് എടുത്ത് കഴിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം. കാരണം ഓരോ മരുന്നിനും അതിൻ്റേതായിട്ടുള്ള ഇഫക്റ്റും സൈഡ് ഇഫക്റ്റും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ കഴിവതും ഒഴിവാക്കുക. തലകറക്കം അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ഉറപ്പായിട്ടും ചെക്ക് ചെയ്തതിന് ശേഷമേ മരുന്ന് കഴിക്കാവുള്ളൂ. ചില സമയത്ത് തലകറക്കം വളരെ ചെറിയൊരു കാര്യം കൊണ്ടായിരിക്കാം, ചിലപ്പം വലിയ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ ഒരു ആദ്യത്തെ സൈനായിട്ടായിരിക്കാം ഈ തലകറക്കം വരുന്നത്. അപ്പോൾ അതുകൊണ്ടും നിങ്ങൾ ഒരു അസ്വസ്ഥതയും ആദ്യമേ അങ്ങ് കണ്ടില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. എല്ലാവരും ആരോഗ്യപരമായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.